ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഇത്തവണ 82 അധ്യാപകരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 5 എല്ലാ വർഷവും ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയാണ് ആദരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 28 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 50 അധ്യാപകരാണ് ഇത്തവണ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ 16 അധ്യാപകരും നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിലെ 16 അധ്യാപകർക്കും അവാർഡുകൾ സമ്മാനിക്കും. എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി. ലയൺ സിറ്റിയിലെത്തിയ പ്രധാനമന്ത്രിയെ സിംഗപ്പൂർ ആഭ്യന്തരമന്ത്രി കെ ഷൺമുഖം സ്വീകരിച്ചു. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. വിവിധ ആഗോള പ്രാദേശിക വിഷയങ്ങൾ, വ്യാപാര ബന്ധം, പ്രതിരോധ സഹകരണം തുടങ്ങിയവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. സിംഗപ്പൂരിലെത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നിവയുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരും ത്രിപുര സർക്കാരും സമാധാന കരാറിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചത്. ഇരുവിഭാഗങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വന്നതിൽ ആഭ്യന്തരമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ന് ഒപ്പുവച്ച കരാർ പ്രകാരം 328-ലധികം സായുധ കേഡർമാർ അക്രമം ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നോട്ടറി ആവശ്യങ്ങൾക്കായി പുതിയ പോർട്ടൽ നിലവിൽ വന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പാണിതെന്ന് ന്യൂഡൽഹിയിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. പൂർണ്ണമായും ഉപഭോക്തൃ സൌഹൃദമായി നിർമ്മിച്ചിരിക്കുന്ന പോർട്ടൽ മുഖേന വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കുന്നത് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകും. സംയുക്ത കമാൻഡർമാരുടെ ആദ്യ സമ്മേളനത്തിന് ലക്നൌവിൽ തുടക്കമായി. സുശക്തവും സുരക്ഷിതവുമായ ഭാരതം, സായുധ സേനയുടെ പരിവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കാലാനുസൃതമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ രജിസ്ട്രി കേരളത്തിൽ ആദ്യമായി സജ്ജമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അനുമതി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ കെ ഡിസ്കിന്റെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കുന്നത്. കേരള ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ദേശീയ സംസ്ഥാന സമ്പദ്വ്യവസ്ഥയിൽ നിർണായക സ്ഥാനമുള്ള മേഖലയാണ് ലോജിസ്റ്റിക്സ് മേഖല. ലോജിസ്റ്റിക് പാർക്ക് പോളിസി പ്രകാരം കുറഞ്ഞത് 10 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള ലോജിസ്റ്റിക് പാർക്കുകളും 5 ഏക്കറിൽ മിനി ലോജിസ്റ്റിക് പാർക്കുകളും സ്ഥാപിക്കാം. ഈ പാർക്കുകളിൽ ചരക്ക് കൈകാര്യം ചെയ്യൽ, ഇന്റർ മോഡൽ ട്രാൻസ്ഫർ സൌകര്യങ്ങൾ, ഇന്റേണൽ റോഡ് നെറ്റ്വർക്കുകൾ പോലുള്ള അടിസ്ഥാന സൌകര്യ ഘടകങ്ങൾ, ഡോർമിറ്ററികൾ, മെഡിക്കൽ സെന്ററുകൾ എന്നിവ ഉൾപ്പെടും. ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റിക്കായിരിക്കും ഈ മേഖലയിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ തവണ നൽകിയ തുകയിൽ കുറവ് വരാത്ത വിധം ബോണസ് അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മുൻ വർഷത്തേക്കാൾ പ്രവർത്തന ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 2 മുതൽ 8% വരെ ബോണസ് നൽകുന്ന കാര്യം പരിഗണിക്കും. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗം ഫൈനലിൽ സച്ചിൻ ഖിലാരി വെള്ളി മെഡൽ നേടി. മെഡൽ പട്ടികയിൽ 3 സ്വർണം ഉൾപ്പെടെ 21 മെഡലുമായി ഇന്ത്യ 19ാം സ്ഥാനത്താണ്. രാജ്യത്തിന്റെ പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. ഈ മാസം 14 വരെയാണ് മേള. 13 ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഇടുക്കി ബൈസൺ വാലിയിൽ ചൊക്രമുടി ഭാഗത്ത് അനധികൃത ഭൂമി കൈയേറ്റം സംബന്ധിച്ച പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.